എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ തന്റെ ഇമ്മോർട്ടൽ വൈൻ ഇപ്പോ തിരിച്ചത് എടുക്കണമെന്ന ഒരു ലക്ഷ്യത്തില് ഷെൻസിയെ കാണാനായി യോങ് പോകാനായി ഒരുങ്ങുന്നുണ്ട്. അതിനു മുന്നേ അവന്റെ സൗണ്ടും അവന്റെ ഗെറ്റപ്പും ഒക്കെ മാറ്റാനും അവൻ മറക്കുന്നില്ല. ഷെൻസി അപ്പോഴേക്കും അയാളെ കൊന്നെങ്കിലും അത് മലമുകളിൽ നിന്ന് വീണ് മൃഗങ്ങൾക്കിടയിൽ അയാൾ പെട്ടുമരിച്ചു എന്ന രീതിക്ക് അവൾക്ക് അതിൽ വലിയ പങ്കില്ല എന്നത് മറ്റുള്ളവർ അറിയാൻ പാടുള്ളൂ എന്ന് കൂടെ വന്ന സ്റ്റാഫ്സിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ ഷെൻസിയെ കാണാനായി അങ്ങോട്ടേക്ക് യോങ് എത്തുന്നുണ്ട്. തോഴി വരുന്ന ഷെൻസിയോട് ഇമ്മോർട്ടൽ വൈൻ്റെ ഉടമ കാണാനായി വന്നിട്ടുണ്ടെന്ന് അറിയിക്കുമ്പോൾ ഷെൻസി വിളിപ്പിക്കുന്ന ടീം യോങ് അടിമുടി മുന്നേ പറഞ്ഞ കണക്ക് രൂപവും ഭാവവും മാറിയാണ് വന്നിരിക്കുന്നത്. പക്ഷെ ആ ഇമ്മോർട്ടൽ വൈൻ തന്റേതാണെന്നും പറഞ്ഞ് അവൻ അത് ചോദിക്കുമ്പോൾ പക്ഷെ കൊടുക്കാനായി അവൾ അങ്ങനെ തയ്യാറല്ല. നിങ്ങളിങ്ങനെ വന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടേതാണെന്ന് എനിക്ക് എങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കും? ചുമ്മാ അങ്ങ് തരാൻ പറ്റില്ലല്ലോ എന്ന് ഷെൻസി പറയുമ്പോൾ ആ ഒരു ഇമ്മോർട്ടൽ വൈൻ 100 വർഷങ്ങളൊക്കെ കൂടുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ്. ആ ഒരു പൂവിന്റെ വേരിന് പലപ്പോഴും പല നിറങ്ങളും പല ആകൃതിയും ഉണ്ടാവാറുണ്ട്. ഓരോ 100 വർഷം പൂക്കുമ്പോഴും അത് വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലുമാകും ഉണ്ടാവുക. ഇത്തവണത്തെ ആ പൂവിന്റെ വേരിന് പച്ച നിറമാണ്. അത് ഞാൻ കഷ്ടപ്പെട്ട് കണ്ടെത്തി കൊണ്ടുവന്നപ്പോൾ എന്റെ കയ്യിൽ നിന്ന് അത് മോഷണം പോയി. പിന്നീട് ഇവിടെ ഉണ്ടത് എന്നറിഞ്ഞ് ഞാനത് തിരിച്ചു മേടിക്കാനായി വന്നതാണെന്നെല്ലാം യോങ് പറയുന്ന ടീം. യോങ് ഒരു ക്രൗൺ പ്രിൻസ് ആണ് എന്നൊന്നും അവിടെ പറയാതെ അവന്റെ ഐഡന്റിറ്റി അപ്പാടെ മറച്ച ഒരു സാധാരണ ആളെ കണക്കാണ് സംസാരിക്കുന്നതെങ്കിലും അവന്റെ ദേഹത്തു നിന്ന് ഒരു പ്രത്യേക വാസന അവൾക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട്. അതിൽ നിന്ന് അവൻ റോയൽ ഫാമിലിയിൽ പെട്ട ഒരാളാണെന്ന് കണ്ടുപിടിക്കുന്ന അവൻ ഐഡന്റിറ്റി മറച്ച് സംസാരിക്കുകയാണ് എന്ന് തന്നെ മനസ്സിലാക്കി അവനോട് ഞാൻ വെള്ളത്തിൽ വീണ് എന്റെ ബോധം പോയി, പിന്നീട് കണ്ണു തുറന്നപ്പോ ആരോ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇതെന്റെ കയ്യിൽ വെച്ച് വന്നിട്ട് പോയതാണ്. എന്തായാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് മോഷണം പോയി എന്നല്ലേ പറഞ്ഞത്? ഒരു മോശം സ്വഭാവമുള്ള ഒരാള് എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി അതെന്റെ കയ്യിൽ തന്നിട്ട് പോകുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും നിങ്ങൾക്കിത് ഞാൻ തരാം, പക്ഷെ ചുമ്മാ അങ്ങ് തരാൻ പറ്റില്ല. ഞാൻ പറയുന്ന ഒരു ചലഞ്ചിൽ നിങ്ങൾ വിജയിക്കണമെന്ന് പറഞ്ഞ് ഒരു ചെസ് ചലഞ്ച് മുന്നോട്ട് വെക്കുമ്പോൾ യോങ് അതിന് തയ്യാറാവുന്നു. അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കളിച്ചവർക്കൊന്നും തന്നെ ഇതുവരെ ഫിനിഷ് ചെയ്യാൻ സാധിക്കാതിരുന്ന ഒരു ചെസ് മാച്ച് ആണ്. അതിന്റെ പേര് മൂൺ പാലസ് എന്നാണ്. മുന്നേ ആരോ കളിച്ച് അൺഫിനിഷ് ആയി വെച്ചിരിക്കുന്ന ആ ഒരു കളിയുടെ ബാക്കി ഇവിടെ നിന്ന് കളിച്ചു തുടങ്ങുമ്പോഴേ അത് യോങ്ങിനും മനസ്സിലാവുന്നുണ്ട്. യോങ് എന്തായാലും ഇത് വളരെ ടഫാണല്ലോ എന്ന് പറയുമ്പോൾ അതെ, അങ്ങനെ ആർക്കും ഇത് ജയിക്കാനായി സാധിക്കില്ല എന്ന് ഷെൻസി പറഞ്ഞു തീരുമ്പോഴേക്കും എങ്കിൽ ഞാൻ ജയിച്ചു എന്നും പറഞ്ഞ് ഒരു വെള്ള കരു എടുത്ത് യോങ് വെക്കുമ്പോഴേക്കും അത് വെളുപ്പ് തന്നെയാണോ കറുപ്പല്ലേ എന്ന് ഷെൻസി പറയുമ്പോഴേക്കും അതിന്റെ നിറം മാറുന്നുണ്ടായിരുന്നു. അതെ, അതൊരു കറുത്ത കരുവായി മാറുകയും യോങ് അതിൽ മൂവ് തെറ്റി തോൽക്കുകയും ചെയ്യുന്നു. എന്റെ തോൽവി ഞാൻ സമ്മതിക്കാം, പക്ഷേ എന്നെ ട്രിക്ക് ചെയ്ത് തോൽപ്പിച്ചതല്ലേ, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് യോങ് തിരക്കുമ്പോ ഒരു ടെമ്പററി ഡൈ ഉപയോഗിച്ച് കറുത്ത നിറത്തെ കുറച്ചു നേരത്തേക്ക് വെളുപ്പായും വെളുപ്പിനെ കുറച്ചു നേരത്തേക്ക് കറുപ്പായും മാറ്റാനായി സാധിക്കും. പിന്നെ ഇതൊരു മത്സരമാകുമ്പോൾ ജയിക്കാനായി എന്തടവും എടുക്കാമല്ലോ, അതുകൊണ്ട് ഈ ട്രിക്കിലൊന്നും ഒരു തെറ്റുമില്ലാന്ന് ഷെൻസി പറയുന്നുണ്ട്. എന്തായാലും തോറ്റത് കൊണ്ട് തന്നെ ആ ഒരു ഇമ്മോർട്ടൽ വെയിൻ അവിടെ നിന്ന് യോങ്ങിന് കിട്ടുന്നില്ല. പോകുന്നതിന് മുന്നേ അവനായിട്ട് ഞാൻ വളരെ വേഗത്തില് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു നെറ്റ്വർക്ക് കൊണ്ടു നടക്കുന്നുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും സഹായം ഭാവിയിൽ വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുതെന്നും പറഞ്ഞാണ് അവിടെ നിന്ന് അവൻ പോകുന്നത്. അവൻ തിരിച്ചെത്തിയിട്ട് ആ ഒരു കറുത്ത കരുവ് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് കാണുന്ന ടിയാനാട്ടെ വേണമെന്ന് വെച്ചല്ലേ ആ പെണ്ണിന്റെ മുമ്പിൽ തോറ്റിട്ട് വന്നത്? അങ്ങനെയൊന്നും ചുമ്മാ തോക്കുന്ന ഒരാളല്ലല്ലോ യോങ്, എന്നിട്ടും ഇത്തവണ തോറ്റെങ്കിൽ അത് അതുകൊണ്ട് തന്നെയല്ലേ, എന്താ അവളെ കണ്ടപ്പോഴങ്ങ് ഇഷ്ടമായോ എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുമ്പോൾ നീ ഒന്ന് പോയെന്നും പറഞ്ഞ് യോങ് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവൻ അതിൽ തന്നെ നോക്കിയിരിക്കുകയാണ്. എന്തായാലും ഇതിന്റെ ഇടയിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതിന്റെ പ്രധാന കാരണം മറന്നു പോകരുതെന്ന് ടിയാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ പ്രധാന കാരണം എന്താണെന്ന് അടുത്ത ദിവസം രാവിലെയാണ് നമ്മൾ കാണുന്നത്. മുന്നേ അവർ സംസാരിച്ച ആ ഇമ്പോർട്ടന്റ് കാര്യം രാജാവിന്റെ 9ാമത്തെ മകനായ ലീയെ സംബന്ധിച്ചുള്ളതാണ്. ലീ ഇപ്പോ കയ്യിലൊരു ലെഡ്ജറുമായി പുറപ്പെട്ടു വരുന്ന ടീം കുറച്ചു പേർ അയാളെ ആക്രമിക്കാനായി നോക്കുന്നുണ്ട്. ലീ നല്ലൊരു ഫൈറ്റർ ആയതുകൊണ്ട് തന്നെ തിരിച്ച് ഫൈറ്റ് ചെയ്ത് ആ ലെഡ്ജർ സംരക്ഷിച്ച് അവിടെ മുന്നോട്ട് പോകുന്ന കാഴ്ച യോങ്ങും ടിയാനും കാണുന്നുണ്ടായിരുന്നു. ലീ അവർ ആക്രമിക്കുന്ന കണ്ടില്ലേ, രക്ഷപ്പെടുത്തുന്നില്ലേ എന്ന് ടിയാൻ യോങ്ങിനോട് തിരക്കുമ്പോൾ സാരില്ല, അവൻ നന്നായി ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അവന് പറ്റാണ്ടാവുന്ന ഒരു സാഹചര്യം വരുമ്പോ നോക്കാമെന്ന് യോങ് പറയുന്നുണ്ട്. ലീയുടെ കയ്യിലുള്ള ആ ഒരു ലെഡ്ജറിൽ ഒഫീഷ്യൽസ് ആയിട്ടുള്ള പല പ്രമുഖരും ചെയ്ത പല തെറ്റുകളുടെയൊക്കെ ഡീറ്റെയിൽസ് ആണുള്ളത്. അതുകൊണ്ടാണ് പലരും അത് കൈക്കലാക്കാനായി ശ്രമിക്കുന്നത്. ഇതേ ടീം യോങ്ങിന് ആ ഒരു ലെഡ്ജർ എന്തിനാണ് ആവശ്യമെന്ന് വെച്ചാൽ അതുവഴി യോങ്ങിന്റെ ശരീരത്തിൽ വിഷം കുത്തിവെച്ച് യോങ്ങിനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച ആ ഒരു സംഭവം യോങ്ങിന്റെ കുട്ടിക്കാലത്ത് നടന്നിരുന്നു. ആരാണ് പക്ഷെ അന്ന് ശരീരത്ത് വിഷം കുത്തിവെച്ച് കൊടുത്തതെന്ന് യോങ്ങിന് അറിയില്ല. അതിനെപ്പറ്റിയുള്ള രേഖകളും തീർച്ചയായും ഈ ലെഡ്ജറിൽ കാണുമെന്ന ആ ഒരു കാര്യം കൊണ്ടാണ് യോങ് ഇപ്പോ അത് എങ്ങനെയെങ്കിലും കൈക്കലാക്കണമെന്ന് കരുതി ടിയാനുമായി ഇവിടെ എത്തിയിരിക്കുന്നത്. പക്ഷെ ചുമ്മാതെ അങ്ങ് പോയ ആ ലെഡ്ജർ കിട്ടില്ല. ലീ ആകെ പ്രശ്നത്തിലുള്ളപ്പോ പോയി രക്ഷപ്പെടുത്തിയ ഒരു ഫേവർ ലീ ചെയ്യാതെ ഇരിക്കില്ല. അതുകൊണ്ട് ലീ അവിടെ തിരിച്ച് ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആളുകൾ ഭയങ്കരമായി കൂട്ടം കൂടി ലീയെ ആക്രമിക്കുന്ന കാഴ്ച കണ്ടിട്ടും യോങ് അതിൽ ഇടപെടാതെ ഒരു അവസരത്തിനായി വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. അങ്ങനെ ഈ സമയം ഈ പ്രശ്നം നടക്കുന്ന സ്ഥലത്തേക്ക് ഷെൻസിയും ആളുകളും എത്തുന്നുണ്ടായിരുന്നു. ഇവിടെ എത്തുമ്പോഴാണ് ഇവിടെ ആകെ ഒരു ഫൈറ്റ് നടക്കുന്നതും ആ ഫൈറ്റിലുള്ളത് രാജാവിന്റെ 9ാമത്തെ പുത്രനായ ലീ ആണെന്നും ഷെൻസിക്ക് മനസ്സിലാവുന്നത്. മുന്നേ നമ്മൾ കണ്ടിരുന്നില്ലേ ഷെൻസിയുടെ ശരീരത്തിൽ കയറിയ ആ രാജകുമാരി ക്വിൻസി, അവളുടെ ഹസ്ബൻഡ് ആ രാജാവിന്റെ 5ാമത്തെ മകനായ സിൻ ആയിരുന്നു. സിന്നിന്റെ ഇളയ സഹോദരൻ
സഹോദരന്മാരിൽ ഒരാളാണ് ഈ ലീ. ഇതേ ടീം തന്റെ കൂടെയുള്ള ആളുകളോട് ആ ഒരു പ്രശ്നത്തിൽ ഒരു രീതിയിൽ ഇടപെടരുതെന്ന് ഷെൻസി പറയുന്നുണ്ട്. അവരാകട്ടെ ഇത് രാജാവിന്റെ 9ാമത്തെ മകനാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടിട്ടും അതിൽ ഇടപെട്ടില്ലെങ്കിൽ ലീക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ രാജാവിന്റെ മുന്നിൽ ഉത്തരവ് പറയേണ്ടി വരില്ലെന്ന് അവർ ടെൻഷൻ ആകുമ്പോഴേക്കും ഷെൻസി പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യുന്നേയില്ല. ആക്ച്വലി അവളുടെ അകത്തുള്ള സോളിന്റെ കാര്യമൊന്നും ഇവർക്കറിയില്ലല്ലോ. ആ സോൾ ആണെങ്കിൽ പ്രതികാരം വീട്ടണം എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലല്ലേ. അതുകൊണ്ട് തന്നെ യോങ് ചിന്തിച്ച കണക്ക് ഉടനടി പോയി സഹായിക്കാതെ ആകെ പ്രശ്നത്തിലാകുമ്പോ അതുവരെ വെയിറ്റ് ചെയ്ത് അപ്പോ ഒരു സഹായം ചെയ്താൽ അതിന് റിവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. താൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ചിലപ്പോൾ അതുവഴി നടക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നി വെയിറ്റ് ചെയ്യാനേ ആവശ്യപ്പെടുന്നു. അങ്ങനെ ലീ ആദ്യമൊക്കെ നന്നായി ഫൈറ്റ് ചെയ്തെങ്കിലും പിന്നീട് അത്രയ്ക്കെങ്കിലും ഫൈറ്റ് ചെയ്യാൻ സാധിക്കാതെ പ്രശ്നം തുടങ്ങുമ്പോഴേക്കും അത് കാണുന്ന ഷെൻസി തന്റെ ആളുകളോട് അതിൽ ഇടപെടാനായി പറയുന്നു. എന്തായാലും അപ്പോഴേക്കും ലീ ഇവരിങ്ങനെ പല്ലക്കിലൊക്കെ വന്ന് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. വേഗം തന്നെ താൻ പ്രിൻസ് ആണ് എന്നത് സൂചിപ്പിക്കുന്ന ജെയ്ഡ് എടുത്ത് അവർ കാണുകെ ലീ എറിയുന്നുണ്ട്. അത് കണ്ടിട്ടും ലീയെ സഹായിച്ചില്ലെങ്കിൽ അത് ആകെ പ്രശ്നമാവുമെന്ന് മനസ്സിലാക്കുന്ന ഷെൻസി തന്റെ കൂടെയുള്ള ഭടന്മാരോട് അതിൽ ഇടപെടാനായി പറയാണ്. ഇത് കാണുമ്പോൾ അത്രയും നേരം ലീ ഒരു അപകടത്തിൽ പെടുന്ന വക്കിലെത്തുമ്പോ രക്ഷപ്പെടുത്തി ആ ലെഡ്ജർ കൈക്കലാക്കാന്ന് കരുതിയിരുന്ന യോങ്ങിന് ആകെ നിരാശ വന്നു. ഈ ഒരു ചാൻസും പോയല്ലോ. ആദ്യം എന്റെ ഇമ്മോർട്ടൽ വെയിൻ അവൾ കൈക്കലാക്കി, ഇപ്പതേ എന്റെ കയ്യിൽ നീ ഒരു നല്ല അവസരവും അവൾ തട്ടിയെടുത്തു എന്ന്. ഇതൊന്നും അറിഞ്ഞുകൊണ്ട് അവൾ ചെയ്തതല്ലെങ്കിലും ഷെൻസി ആണല്ലോ അതിലെ മെയിൻ ഒരാൾ. അതുകൊണ്ട് തന്നെ യോങ്ങിന് ആകെ നിരാശയാവുന്നുണ്ട്. ചെയ്യാനാണെങ്കിൽ കൂടെ നിന്ന് കുറ്റപ്പെടുത്തുന്നുണ്ട്. കണ്ടില്ല, ഞാൻ അപ്പോഴേ പോയി സഹായിക്കാന്ന് പറഞ്ഞതാ. ഇവര് വരുന്നതിന് മുന്നേ നമുക്ക് സഹായിക്കായിരുന്നു. ഇവര് വന്നതുകൊണ്ട് അവരെ കണ്ട് ലീ ഇതേ അവരോട് സഹായം ചോദിച്ച് അവര് വലിയ ആളായി. നമ്മളിതേ ഇവിടെ മാറി നിന്ന് ലീ നമ്മളെ കണ്ടതുമില്ല, നമുക്കൊരു ചാൻസ് കിട്ടിയതുമില്ല എന്ന് ടിയാന് ഭയങ്കര നിരാശ. എന്തായാലും ലീ അങ്ങനെ ഷെൻസിയുടെ ആളുകൾ ആ ഒരു ഉപദ്രവിക്കാൻ വന്ന ആളുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം ഷെൻസി അടുത്ത് പോയി സംസാരിക്കുമ്പോൾ ഞാൻ എന്റെ പ്രിൻസ് ആണെന്നുള്ള ജെയ്ഡ് പെൻഡന്റ് വലിച്ചെറിഞ്ഞ് അത് കണ്ടതുകൊണ്ട് മാത്രമല്ലേ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ അവർ ആക്രമിക്കുന്നത് കണ്ടിട്ടും അതിൽ ഇടപെടാതെ മാറി നിൽക്കുകയല്ലായിരുന്നോ എന്ന ചോദ്യത്തിന് അതല്ലേ അപ്പോൾ ചെയ്യാൻ കഴിയൂ. കാരണം നിങ്ങൾ ആരാണ്, നിങ്ങളെ ഉപദ്രവിക്കുന്നവർ ആരാണ്, ഇതിൽ ആരാണ് നല്ലത് ആരാണ് ചീത്ത എന്നൊന്നും വളരെ യാദൃശികമായി ഇതുവഴി വന്നപ്പോൾ ഈ ഒരു ഫൈറ്റ് കണ്ട ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് എങ്ങനെ നിങ്ങൾ ആരാണ് എന്താണെന്ന് അറിയാതെ അതിൽ ഇടപെട്ട് രക്ഷപ്പെടുത്താനായി സാധിക്കുമെന്ന് ഷെൻസി തിരക്കുന്നു. രാജകുമാരനാണ് എന്ന് മനസ്സിലാക്കിയ ശേഷവും സഹായിച്ചില്ലെങ്കിൽ അത് രാജാവിന്റെ കണ്ണിൽ വലിയ തെറ്റായി മാറില്ലേ. ആ ഒരു ശിക്ഷ പേടിച്ച് മാത്രമാണ് ഇപ്പൊ സഹായിച്ചതെന്നും അവൾ പറയുമ്പോൾ കാണാൻ അതിസുന്ദരിയും ഒരു പാവവും കണക്കുണ്ട്. പക്ഷെ വർത്തമാനം കേൾക്കുമ്പോൾ ഉള്ളിൽ ഒരുപാട് കണക്കൂട്ടലുകളുമായി നടക്കുന്ന ഒരു കുബുദ്ധിക്കാരിയെ കണക്കുണ്ടല്ലോ എന്ന് ലീ പറയുമ്പോഴേക്കും തന്റെ ഉള്ളില് പക മാത്രമാണുള്ളതെന്ന് അവൾ ചിന്തിക്കുന്നുണ്ട്. പുറമെ അവൾ വേറൊരാളാണെങ്കിലും ഉള്ളിൽ അവൾ വർഷങ്ങൾക്ക് മുന്നേ തന്റെ കുടുംബത്തെ കൊന്നവരോട് പ്രതികാരം വീട്ടാനായി സ്വയം മരിച്ച ക്വിങ്ഷി ആണല്ലോ. അങ്ങനെ എന്തായാലും അവൾ ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും അത്രയും നേരം ഫൈറ്റ് ചെയ്ത് ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്ന ലീ അവിടെ ബോധം കെട്ട് വീഴുന്നു. അങ്ങനെ ലിന്നിനെ ഇവർ കൂട്ടിക്കൊണ്ടുപോയി മരുന്നൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട്. ഇതേ ടീം ലിന്നിന് നന്നായി മുറിവുകൾ കാരണം വേദന എടുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു വേദനയിൽ നിന്ന് അവനെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി മയക്കത്തിലേക്ക് അവനെ കൊണ്ടുപോകുന്ന ഒരു സാമ്പ്രാണി അവിടെ ഷെൻസി തയ്യാറാക്കുകയും അതിന്റെ എഫക്റ്റില് കുറച്ചു നേരം നന്നായി അവൻ മയങ്ങുകയും ചെയ്യുന്നു. പിന്നീട് വീണ്ടും ആ ഒരു എഫക്റ്റ് മാറി അവൻ മയക്കമുണരുമ്പോഴേക്കും ശരീരത്ത് മരുന്ന് വെച്ചു കൊടുക്കാനായി ഷെൻസി അവിടെ തന്നെ നിൽപ്പുണ്ട്. കണ്ണു തുറക്കുന്ന അലി ഷെൻസിയെ കാണുന്നുണ്ട്. വളരെ അടുത്തവളെ ഇങ്ങനെ കാണുന്നവൻ ഒന്നും മിണ്ടാതെ പെട്ടെന്ന് ആ വേദനകൾ മറന്ന് ശ്രദ്ധിക്കുന്നത് നമുക്ക് കാണാം. ഷെൻസിയായിട്ട് ആ സാമ്പ്രാണിയുടെ മണം ശ്വസിച്ച് മയങ്ങാതിരിക്കാൻ വേണ്ടി മൂക്കൊക്കെ കവർ ചെയ്ത് ഇങ്ങനെ കണ്ണുകൾ മാത്രം കാണുന്ന രീതിക്ക് നിൽക്കുകയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പോകുന്ന ഷെൻസി തന്നെ ലീ ശ്രദ്ധിച്ച കാര്യങ്ങളൊക്കെ കൂട്ടി ഓർത്ത് ഇപ്പതേ തോഴിയുടെ അടുത്ത് എന്ന് മനഃപൂർവ്വം ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ നീ അവിടെ അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് ഒരു ആവശ്യം പറഞ്ഞ് എന്നെ പല്ലക്കിൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്. എന്റെ അച്ഛന്റെ ആഗ്രഹം രാജാവിന്റെ ഏതെങ്കിലും ഒരു മകനെ ഞാൻ കല്യാണം കഴിക്കണം എന്നതാണല്ലോ. അത് നിറവേറ്റാൻ വേണ്ടിയല്ലേ അദ്ദേഹത്തിന്റെ 9ാമത്തെ പുത്രൻ അവിടെ ഇങ്ങനെ ഉണ്ടെന്നറിഞ്ഞ് നീ എന്നെ കൊണ്ടുപോയത്. അതല്ലേ സത്യമൊന്നല്ല. ഷെൻസി തിരക്കുമ്പോ അത് എന്ന് തന്നെ ഷെൻസിയുടെ ഒരു തോഴി സമ്മതിക്കുന്നുണ്ട്. അതായത് ലീ അതുവഴി പോകുന്ന കാര്യം അറിഞ്ഞുകൊണ്ട് ഷെൻസിയുടെ അച്ഛനാണ് അവിടെ ലീയെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ചില ആളുകളെ വിട്ടത്. അങ്ങനെ ഈ കാര്യം ഷെൻസിയുടെ തോഴി അറിയിച്ച് ഷെൻസി പോലും അറിയാതെ ഷെൻസി അവിടെ എത്തിക്കുകയും ഇവർക്കിടയിൽ അവിടെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാക്കുകയും ചെയ്തത് ഷെൻസിയുടെ അച്ഛന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ്. നീ ഇപ്പോ എന്റെ കൂടെയാണ് ജോലി ചെയ്യുന്നത്. മുന്നേ നമ്മൾ അച്ഛന്റെ ഒക്കെ കൂടെ ഉണ്ടായിരുന്നപ്പോ ശരി അച്ഛന്റെ നിർദ്ദേശങ്ങൾ നീ പാലിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ക്യാപിറ്റലിലേക്ക് തനിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഹാറാണിയുടെ ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുക്കാനായി. അതിന്റെ ഇടയിൽ നടക്കുന്ന ചില സംഭവങ്ങൾ മാത്രമാണ് ഇത്. ഇവിടെ നീ എന്റെ കൂടെ ഉള്ളപ്പോ ഞാൻ പറയുന്നത് വേണം കേൾക്കാൻ. ഞാൻ അറിയാതെ ഓവർ സ്മാർട്ടായി എന്റെ കൂടെ നിന്ന് പെരുമാറുന്നത് ശരിയല്ല എന്ന് ഷെൻസി തോഴിയെ ശകാരിക്കുന്നുണ്ട്. തോഴി വളരെ സങ്കടത്തോടു കൂടി ഇനി അത് ആവർത്തിക്കില്ല എന്നും പറയുന്നു. അപ്പോഴേക്കും യോങ് ടിയാനെയും കൊണ്ട് ലിന്നിന്റെ കയ്യിലുണ്ടെന്ന് പറയപ്പെട്ട ആ ഒരു ലെഡ്ജർ അന്വേഷിച്ചു പോകുന്നുണ്ട്. ആ ലെഡ്ജർ ആ ഫൈറ്റിന്റെ ഇടയിൽ അവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അത് ആർക്കും കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നത് മനസ്സിലാക്കി ഇപ്പൊ രാത്രി സമയത്ത് അതെടുക്കാനായി അങ്ങോട്ടേക്ക് യോങ്ങും ടിയാനും എത്തുമ്പോ പക്ഷെ അവിടെ മുന്നേ ഇവർക്ക് എത്തിപ്പെടാൻ സാധിക്കും മുന്നേ ആരോ വന്നിട്ട് പോയതിന്റെ ലക്ഷണവും ഒരു പ്രത്യേക വാസനയും അവിടെ നിന്ന് വരുമ്പോ ആ ലെഡ്ജർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയത് മറ്റാരുമല്ല ആ ഷെൻസിയാണ് എന്നത് യോങ് അവിടെ തിരിച്ചറിയാണ്. കാരണം അവളിൽ നിന്ന് അന്ന്
അന്നെത്തിയ അതേ ഒരു വാസന ഇപ്പോഴും അവന് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അവൾ എന്തിനായിരിക്കും ആ ഒരു ലെഡ്ജർ അതീവ രഹസ്യമായി ഇവിടെ നിന്ന് കൈക്കലാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്? ഓരോ നാൾ ഇവളെ കൂടുതൽ കൂടുതൽ അറിയും തോറും വളരെ നിഗൂഢമായ ഒരു കഥാപാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്താണ് ഇവളുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് യോങ് ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ശേഷം എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.